CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഏഴാമത്തെ പ്രതിയെ കൂടി കണ്ടെത്താൻ കഴിഞ്ഞത്. മരണ സുബിനെ ചോദ്യം ചെയ്തതിൽ നിന്നും കൂട്ടാളികളുടെ വിവരവും പോലീസിന് ലഭിച്ചിരുന്നു. ഒളിവിലുള്ള പ്രതിക്കായി അന്വേഷണം ഊർജിതമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു വിവരങ്ങളുമായിട്ടുണ്ട്. ശ്രീരാജെ, പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ശ്രീരാജെ? സേതു, അങ്ങനെയാണ്. അതായത് 6 പ്രതികളാണ് നിലവിൽ ഈ കേസിൽ ഉണ്ടായിരുന്നത്. അതിൽ 6 പേരെയും പിടികൂടാൻ സാധിച്ചു. 6 പേരിൽ 4 പേരെ പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രി 2 പേർ കൂടി തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിരുന്നു. അതിന് പിന്നാലെ CCTV ദൃശ്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരാൾ കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായത്. അതുപോലെ തന്നെ സുബിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ളൊരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ സ്പാ ഉടമയും ജീവനക്കാരിയും കൂടുതൽ ആളുകൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ 6 പേർ മാത്രമല്ല എന്ന മൊഴി പോലീസിന് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വിശദമായി CCTV കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. ആ CCTVയിൽ ഈ സംഘങ്ങൾക്ക്, അതായത് ഈ കൊട്ടേഷൻ സംഘത്തിന് പുറമെ ഒരാൾ ആ സ്പായിലെത്തിയ കസ്റ്റമർ കൂടി ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് കരുതിയിരുന്നത് ഈ CCTV ദൃശ്യങ്ങൾ സ്പാ ഉടമ കണ്ടപ്പോൾ ഇയാളെ തെറ്റിദ്ധരിച്ചാകാം കൂടുതൽ പ്രതികളുണ്ട് എന്ന് പറഞ്ഞത് എന്നായിരുന്നു. പക്ഷേ സുബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഒരാൾ കൂടി ഇത്തരത്തിൽ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇവർക്കൊപ്പം ഉണ്ട് എന്ന് മനസ്സിലായത്. പിന്നീട് CCTV വിശദമായി പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായത്. അയാൾ നിലവിൽ ഒളിവിലാണ്. അയാളെ പിടികൂടാനുള്ള അന്വേഷണം ഊർജിതമാണ്. സേതു.